മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി തമിഴ്നാട് ജമാഅത്തുൽ ഉലമ സഭ നിർമ്മിച്ച 14 വീടുകളുടെ താക്കോൽ ദാനം നടത്തി. നെല്ലിമാളത്ത് നടന്ന ചടങ്ങിൽ ജമാഅത്തുൽ ഉലമ സഭ പ്രസിഡന്റ് ഖാജ മുഈദ്ദീൻ ബാഖവി താക്കോൽ ദാനവും അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് MLA രേഖകളും കൈമാറി. പഞ്ചായത്ത് നെല്ലിമാളത്ത് 6.5 സെന്ററിലാണ് ദുരന്തബാധിതർക്കായി വീടുകൾ നിർമ്മിച്ചത്. 25 ലക്ഷം രൂപ ചെലവഴിച്ച് 850 സ്ക്വയർ ഫീറ്റിൽ മുകളിലേക്ക് ഒരു നില കൂടി നിർമ്മിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വീടുകൾ പൂർത്തീകരിച്ചത്. 2 കിടപ്പുമുറി, ഹോൾ, കിച്ചൺ, 2 ബാത്റൂം, സിറ്റ് ഔട്ടുമുള്ള വീടുകളിലേക്ക് എത്താൻ പ്രത്യേക റോഡ് സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് തലത്തിൽ പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും നമ്മളെ ഒരു കാരണവശാലും പരിഗണിച്ചിട്ടില്ല. അവർ മത്തായി സാറെ കല്ലിന് ഒരു 50 മീറ്റർ അളന്നതിൽ ഉൾപ്പെട്ട ഒരാളാണ് ഞാൻ. അത് വരും എന്ന് പറഞ്ഞ് നമ്മൾ ഹിയറിംഗ് നടക്കുകയും മുഖ്യമന്ത്രിൻ്റെ ഓൺലൈൻ മീറ്റിങ്ങിന് വരെ പങ്കെടുത്ത ആളാണ്. പക്ഷേ ഈ നാൾ വരെ അതും വന്നിട്ടില്ല. ഗവൺമെൻറ് കൈവിട്ട സ്ഥിതിക്കും ഈ തമിഴ്നാട് സംസ്ഥ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഈ സംസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കുടുംബം മുഴുവൻ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ഉരുൾ ദുരന്തം നേരിട്ട് അനുഭവിച്ചവരും പല കാരണങ്ങളാൽ സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരുമാണ് ഗുണഭോക്താക്കൾ. 1 വർഷമായി സഭ വാടക നൽകുന്ന 23 കുടുംബങ്ങളിൽ നിന്നാണ് 14 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തത്. സർക്കാർ ലിസ്റ്റിൽ അവർ വന്നിട്ടില്ല. സാങ്കേതികമായ കാരണങ്ങളാലാണ് അത് വരാത്തത്. എന്നാൽ അവർ ഈ ദുരിത ബാധിതരാണ്. 100% അർഹതപ്പെട്ട ആളുകളാണ്. വളരെ കൃത്യമായി അന്വേഷിച്ച് അവരർഹരാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ സെലക്ട് ചെയ്തത്. ജമാഅത്തുൽ ഉലമ പ്രസിഡന്റ് ഖാജ മുഈദ്ദീൻ ബാഖവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമസ്ത വയനാട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് മലയാളം, വയനാട്.